ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് എൻ്റെ കുട്ടിച്ചൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ കാണുന്നത്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കണ്ടത് അമ്മ തറവാട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ. അവിടെ സാമ്പാറൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു ഇന്നത്തെ പരിപാടിക്ക്, അതിന് വേണ്ടി പോവുമായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്നു. അമ്മ ഈ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന മാങ്ങ എനിക്ക് അച്ചാറിട്ട് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. അമ്മേൻ്റെ അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാ പ്രാവശ്യം വരുമ്പോഴും മാങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മ എനിക്ക് അച്ചാറിട്ട് തരാറുണ്ട്. പിന്നെ അമ്മയും ഏട്ടനും കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാനും മക്കളും കൂടി വേഗം തറവാട്ടിലേക്ക് പോയേ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ആൻറ്റീൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൻറ്റീൻ്റെ രണ്ടാമത്തെ ആങ്ങളെയും മോളും ഭാര്യയൊക്കെ വന്നിരുന്നേ. ദീദിയും മോളും കൂടി ഇവിടെ കച്ചറ ഉണ്ടാക്കുന്നത് ഞങ്ങളൊരു ലൈസ് വാങ്ങിക്കൊണ്ട് വന്നിരുന്നു കേട്ടോ. അതിനുള്ള കച്ചറയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മുകേഷ് വന്നു കേട്ടോ. മുകേഷ് അനിയത്തിൻ്റെ വുഡ്ബിയാണ്. അവൻ വന്നതിന് ശേഷം പിന്നെ ചേച്ചി അനിയത്തിയും കൂടി അവൻ്റെ മേത്ത് കയറിയിട്ടായിരുന്നു കേട്ടോ. പിന്നെയുള്ള ലാസ്റ്റ് അനിയത്തി പുറത്തായി കേട്ടോ. അവരുടെ ചെക്കനാണ്, ദീദീൻ്റെ ആരും അല്ല എന്നും പറഞ്ഞിട്ട് കച്ചറയായിരുന്നു. പിന്നെ അപ്പു പറയും അപ്പൂൻ്റെ ആണെന്ന്, പാപ്പു പറയും പാപ്പുവിൻ്റെ ആണെന്ന്, അങ്ങനെ കച്ചറയായിരുന്നു രണ്ടാളും കൂടിയേ. പിന്നെ എല്ലാവരും കൂടി കുറേ നേരം ഇരുന്ന് സംസാരിച്ച് അപ്പോഴേക്കും പിന്നെ ഏട്ടനും പൊന്നൂസൊക്കെ വന്നേ. അതിൽ പൊന്നേട്ടനും ഉണ്ടായിരുന്നു. ബിരിയാണി ഞങ്ങൾ കാറ്ററിങ് ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൂടി വന്നതാണ് ഏട്ടൻ. കുഞ്ഞിപ്പെണ്ണാണെങ്കിലോ നല്ല ഉറക്കമായിരുന്നേ. ആൻറ്റീൻ്റെ ആങ്ങളൊക്കെ വേഗം പോകണം എന്ന് പറഞ്ഞു കേട്ടോ. അവർക്ക് പശുവൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവർക്ക് വേഗം പോകണം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം അവർക്കുള്ള ഫുഡ് കൊടുത്തു. കൂടെ അപ്പൂസിനും പപ്പൂനും കൊടുത്തു കേട്ടോ. സമയം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടിയച്ഛൻ അവിടെ നിന്ന് 2 മണിക്കാണ് ഇറങ്ങുക കേട്ടോ. ആയുർവേദ ഡിസ്പെൻസറിയിലെ അറ്റൻഡർ ആയിരുന്നു കേട്ടോ കുട്ടിയച്ഛന്. അപ്പോൾ ഇന്ന് ലാസ്റ്റത്തെ ദിവസം അവരെല്ലാവരും കൂടി ഇവിടെ കൊണ്ടുവന്നാക്കുന്നൊരു ചടങ്ങുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും വരുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവർ വന്നു. പൂനും പാപ്പൂനും പിന്നെ നമ്മുടെ കുടുംബത്തിൽ എന്ത് നടന്നാലും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണേ. അപ്പോൾ ഓടിപ്പോയി കുട്ടിയച്ഛൻ്റെ കൈയൊക്കെ പിടിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എന്തോ വലിയ സംഭവമാണെന്നാണ് അവരുടെ വിചാരം. അങ്ങനെ എന്തായാലും എൻ്റെ കുട്ടിയച്ഛൻ ഇനി അങ്ങോട്ട് വിശ്രമ ജീവിതമാണ്. ഇനി അങ്ങോട്ട് എന്തായാലും നന്നായിട്ട് വിശ്രമിക്കട്ടെ. കുറേ കാലം ജോലി ചെയ്തതല്ലേ അല്ലേ. പിന്നെ അച്ഛനും അമ്മായിയും ഒക്കെ വന്നവരെയൊക്കെ സ്വീകരിച്ചിരുത്തുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ മുതലുള്ള വ്ളോഗ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ്. വീഡിയോ ഒക്കെ എടുത്തു, പക്ഷെ ഒക്കെ ഷോർട്ടിന് പാകമായിട്ടുള്ള വീഡിയോസാണ് എടുത്തത്. ഷോർട്ടും ചെയ്യുന്നത് കൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഫോണൊന്നും എടുത്തിട്ട് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് ക്ലിപ്സുകളൊക്കെ ആട്ടോ അതിലിട്ടിട്ടുള്ളത്. വന്നവർക്കൊക്കെ പിന്നെ ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. ഞാൻ പിന്നെ പൊതുവേ നല്ല ഇൻട്രോവേർട്ടാണ് കേട്ടോ. ഡിസ്പെൻസറിയിൽ നിന്ന് ആളുകൾ വന്നപ്പോൾ പിന്നെ എനിക്ക് മുമ്പ് പോയിട്ട് വീഡിയോ എടുക്കാൻ നല്ല മടിയായിരുന്നു. ഈ വീഡിയോസൊക്കെ എന്നിട്ട് മുകേഷ് എടുത്ത് തന്നതാണ്. ഒരു യൂട്യൂബറൊക്കെ ആകുമ്പോൾ ശരിക്കും അങ്ങനെ മടിയൊന്നും പാടില്ല എന്നറിയാം. അതൊക്കെ മാറുമായിരിക്കും. ഇനി ഇങ്ങനെ ഷൂട്ട് ചെയ്ത് മാറുമായിരിക്കും. അങ്ങനെ കുട്ടിച്ചനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവരിറങ്ങിയിട്ടോ. അവരിറങ്ങിയതിൻ്റെ പുറകെ തന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. നാളെ സ്കൂൾ ഓർക്കുന്നില്ലായിരുന്നെങ്കിൽ എന്തായാലും ഞാൻ ഇന്ന് അവിടെ നിന്നിട്ടേ വരുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. സ്കൂൾ ഓർക്കുന്നതുകൊണ്ട് എന്തായാലും പോയല്ലേ പറ്റുള്ളൂ. വീട്ടിലെത്തിയിട്ട് പിന്നെ ആദ്യമായിട്ട് അവക്കാടോ പറിക്കാനാണേ നിന്നത്. വീട്ടിലൊരു അവക്കാടോൻ്റെ മരം ഉണ്ട് കേട്ടോ. കുറച്ചൊക്കെ അച്ഛൻ വിറ്റിരുന്നു, കുറച്ചൊക്കെ ഞങ്ങൾ എല്ലാവർക്കും കൊടുത്തു. ഇനി ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഏട്ടൻ എന്നിട്ട് കയറിയിട്ട് കുറേയൊക്കെ പറിച്ചു. ഒരു ചാക്ക് അവക്കാടോ ഉണ്ടായിരുന്നേ. അത് എന്നിട്ട് ഞങ്ങൾക്ക് കോഴിക്കോടേക്ക് കൊണ്ടുപോകാനുള്ളത് തന്നെയാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ വണ്ടി കയറ്റി ഞങ്ങൾ പോകാൻ വേണ്ടി വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. വരുമ്പോൾ അധികം സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഡ്രസ്സിൻ്റെ ഒരു ബാഗോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പോകുമ്പോൾ ഇതാ വണ്ടീൻ്റെ ബാക്കിലും സീറ്റിലും ഫ്രണ്ടിലും ഒക്കെ നിറയെ സാധനങ്ങളാണ് കേട്ടോ. ഞാൻ എല്ലാ പ്രാവശ്യവും വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളൊക്കെ ഒരുവിധം ഇങ്ങനെ തന്നെയായിരിക്കും. സത്യം പറഞ്ഞാൽ ഓട്ടോറിക്ഷ എടുത്ത് വരുന്നതിന് സാധനം കൊണ്ടുപോകാനാണ്. സാധാരണ അപ്പൂസ് എന്നും വീട്ടിൽ നിന്ന് വരുമ്പോൾ കരയാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം പാപ്പ് കൂടെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. കരച്ചിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നേ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനിയനും ഇല്ല, ഇനി അച്ഛനും അമ്മയും വീട്ടിലൊറ്റയ്ക്ക് ആയതുകൊണ്ട് നല്ല സങ്കടം ഉണ്ടായിരുന്നേ. പോകുന്ന വഴിക്ക് അബീനോട് വഴിയിലേക്ക് വരാൻ പറഞ്ഞിരുന്നു കേട്ടോ. പാപ്പൂനെ കൊണ്ടുപോകാൻ പൊന്നൂസൊക്കെ അവിടെ ഉണ്ട് തറവാട്ടിൽ. ഞങ്ങളവിടെ എത്തുമ്പോഴേക്ക് അനിയത്തി വന്നിരുന്നേ. എന്നിട്ട് പാപ്പൂനെ അവൾ കൊണ്ടുപോയി. അങ്ങനെ അവളോട് ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോവുകയാണ്. ഇന്ന് വൈകുന്നേരം നല്ല കാറ്റും മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താ ചുരത്തിൽ മരം വീണ്ടും ഫുള്ള് ബ്ലോക്കാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ അതൊക്കെ അറിഞ്ഞിരുന്നു. പക്ഷേ വേറൊരു വഴിയില്ല പോവാതെ. മോക്ക് നാളെ സ്കൂൾ ഓർക്കുന്നതുകൊണ്ട് പോയല്ലേ പറ്റുള്ളൂ. ചുണ്ടയിൽ അങ്ങ് കഴിഞ്ഞ് കുറച്ചെത്തിയപ്പോൾ തന്നെ ബ്ലോക്കായിരുന്നേ. നല്ല ബ്ലോക്കായിരുന്നു. 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഞങ്ങൾ 12:30ക്കാണ് കോഴിക്കോട് എത്തുന്നത്. അപ്പോൾ നമ്മളെ വീട് എത്രയേ ഉള്ളൂ. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.